ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ജോസച്ചൻ, നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഗസ്റ്റ് ഡോക്ടർ സുനിൽ രായ് സർ, വൈസ് പ്രിൻസിപ്പൽ അജീസ് സർ, ഏറ്റവും പ്രിയപ്പെട്ട സുജൻ ടീച്ചർ, ജിബു തോമസ് സർ, ടീച്ചേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മാതാപിതാക്കളോടും കുഞ്ഞുമക്കളായ നിങ്ങളോടും ഏതാനും കുഞ്ഞു കാര്യങ്ങൾ പെട്ടെന്ന് പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യാം. സ്റ്റാൻലി ഹോൾ എന്ന ലോക പ്രശസ്തനായ സൈക്കോളജിസ്റ്റ് ഈ അഡലസന്റ് കാലഘട്ടം, പ്ലസ് ടു കാലഘട്ടത്തിനെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്റ്റോം ആൻഡ് സ്ട്രൈഫ് എന്നാണ് വിളിക്കുന്നത്. വലിയ മാനസിക സമ്മർദ്ദത്തിന്റെയും കൊടുങ്കാറ്റിന്റെയും ഒരു കാലഘട്ടമാണ് അഡലസന്റ് ഏജ്. കുട്ടികൾ ഏറ്റവും കാണാൻ ഭംഗിയുള്ള കാലഘട്ടം ഈ അഡലസന്റ് ഏജ് കാലഘട്ടമാണ്. അവർ ഏറ്റവും കൂടുതൽ സാഹസികത കാണിക്കുന്ന കാലഘട്ടവും ഈ അഡലസന്റ് ഏജ് തന്നെയാണ്. പക്ഷെ എന്നാൽ അവർ ഒത്തിരി പിരിമുറുക്കങ്ങളിലൂടെയും ഒത്തിരി താരതമ്യങ്ങളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തുലിതമായ ഒരു വ്യക്തിത്വം രൂപീകരിച്ച് ജീവിത വിജയത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കൈത്താങ്ങ് നൽകി, കരുത്തു നൽകി മാതാപിതാക്കൾ ഉണ്ടാകണം. കുഞ്ഞുങ്ങൾക്ക് കുട പിടിക്കണം, കുഞ്ഞുങ്ങൾക്ക് ഒരു പുതപ്പ് കൊടുക്കണം, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അവരെ അക്കമ്പനി ചെയ്യണം, അവരുടെ കൂടെ നടക്കണം, അവരോട് കൂട്ടുകൂടണം. എല്ലാ മാതാപിതാക്കളും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് നല്ല ഒരു ഫ്രണ്ട് ആയിട്ട് മാറണം, ഒരു ഫിലോസഫർ ആയിട്ട് മാറണം, ഒരു ഗൈഡ് ആയിട്ട് മാറണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫ്രണ്ട് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ മക്കളുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവര് അവരുടെ ജീവിതത്തിലെ രഹസ്യങ്ങളൊക്കെ നമ്മളുടെ അടുത്ത് പങ്കുവെക്കും. അല്ലെങ്കിൽ അവർ ഭയക്കും, അച്ഛനോട് പറഞ്ഞാൽ എന്താവും, ഭയങ്കര കലഹമാവും, ഭയങ്കര പ്രശ്നമാവും എന്നൊക്കെ തോന്നിയാൽ അവരുടെ പ്രതിസന്ധികൾ അവരെ മാതാപിതാക്കളോട് പങ്കുവെക്കത്തില്ല, ഫ്രണ്ട്സിന്റെ അടുത്ത് പങ്കുവെക്കും. അതുകൊണ്ട് നല്ല ഒരു ഫ്രണ്ട് ആയിട്ട് മാറണം, എന്നാൽ നല്ല ഒരു ഫിലോസഫർ ആയിട്ട് മാറണം. അതായത് കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരോട് ചർച്ച ചെയ്യണം, അവരുടെ കൂടെ നടക്കാൻ പോകണം, അവരുടെ കൂടെ പുറത്ത് കഴിക്കാൻ പോകണം, ഔട്ടിങ്ങിന് പോകണം. ആ സമയത്തൊക്കെ അവരുടെ ഹൃദയം അവർ തുറക്കും, മനസ്സ് തുറക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞുനാളിലെ ജീവിതവും നമ്മൾ പഠിച്ച പാഠങ്ങളും എല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ല ഫിലോസഫേഴ്സ് ആയിട്ട് മാറണം മാതാപിതാക്കൾ. എന്തിനാണ് ജീവിക്കുന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആയിട്ട് മാറണം എല്ലാ മാതാപിതാക്കളും. മൂന്നാമത്തത് നല്ല ഒരു ഗൈഡായിട്ട് മാറണം. നിരന്തരം ഓരോ കാര്യങ്ങളെ പറ്റിയും റിഫ്ലക്ട് ചെയ്യാനും ചിന്തിക്കാനും ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനും ഒക്കെ അവരെ പഠിപ്പിക്കുന്ന നല്ല ഗൈഡ്സ് ആയിട്ട് മാറണം. എല്ലാ മാതാപിതാക്കന്മാരും ആഗ്രഹിക്കുന്നത് A+ ആണ്. A+ നല്ലതാണ്. പക്ഷെ മാതാപിതാക്കൾ അറിയണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒന്നാമനാകുന്നതല്ല, നന്നാവുന്നതാണ് പ്രധാനം. ഫസ്റ്റ് ആകുന്നതല്ല, ബെസ്റ്റ് ആകുന്നതാണ് പ്രധാനം എന്ന് എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കണം. നിരന്തരം മക്കളുടെ അടുത്ത് പറയണം, എന്റെ A+നേക്കാൾ എനിക്ക് വലുത് നീ ഫസ്റ്റ് ആകുന്നതിനേക്കാൾ എനിക്ക് വലുത് ബെസ്റ്റ് ആകുന്നു. ഒരാൾക്കെല്ലാം ഫസ്റ്റ് ആകാൻ പറ്റൂ, പക്ഷെ പിന്നിൽ വരുന്നവരൊന്നും മോശമല്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു കൈത്താങ്ങ് കൊടുക്കാൻ, നല്ല വിജയം നേടുന്നതിനോടൊപ്പം ഏറ്റവും നല്ല മനുഷ്യരായിട്ട് മാറാൻ അവരെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നമ്മുടെ കുഞ്ഞുങ്ങൾ വരികളിലുള്ളത് മാത്രം വായിച്ചാൽ പോരാ. വരികളിലുള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ അറിഞ്ഞ് വരികളുടെ മുകളിലേക്ക് അവർ പറക്കണം. അതിന് ചിറക് നൽകാനാണ് രണ്ടുപേരും മാതാപിതാക്കന്മാർ, അച്ഛനും അമ്മയും. വരികളുടെ മുകളിലേക്ക് പറക്കാൻ നമ്മുടെ മക്കൾക്ക് ചിറക് നൽകാൻ നമുക്കാകട്ടെ. വരികളിലുള്ളത് വായിച്ച് വരികളുടെ ഇടയിലുള്ളത് കൂടെ കണ്ടെത്തി വരികളുടെ മുകളിലേക്ക് പറക്കുന്ന പ്രതിഭാശാലികളാകാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആശംസ. ലോകത്തിൽ വിദ്യാഭ്യാസത്തെ പറ്റി ധാരാളം നിർവചനങ്ങളുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ നിർവചനം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടേതാണ്. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ബെസ്റ്റ് പുറത്തെടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ശരീരത്തിന്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ അവർക്ക് നല്ല സാലഡൊക്കെ കൂടിയ നമ്മുടെ ഹോമിലി ഫുഡ് കൊടുക്കണം. ബേക്കറി സാധനങ്ങൾ, കടയിലുള്ള പലഹാരങ്ങളൊക്കെ കുറയ്ക്കണം കൺസിഡറബിൾ ആയിട്ട്. എക്സസൈസ് ചെയ്യാൻ കുഞ്ഞുമക്കൾക്ക് അവസരം കൊടുക്കണം, അവരെ പ്രചോദിപ്പിക്കണം, പ്രേരിപ്പിക്കണം. കാരണം ഓടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോഴാണ് സെറട്ടോണിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ ലഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കളിയും
ബ്രെയിൻ ഡെവലപ്മെന്റും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഓടുകയും ചാടുകയും കളിക്കുകയും എക്സസൈസ് ചെയ്യണം എല്ലാ കുഞ്ഞുങ്ങളും. ഇപ്പൊ ശരീരത്തിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം, മനസ്സിന്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ അവർക്ക് പുസ്തകങ്ങളെ കൂട്ടുകാരായിട്ട് കൊടുക്കണം. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് ആത്മാവിന്റെ ബെസ്റ്റ് പുറത്തെടുക്കണം. നല്ല വായനകൾ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണം, ദൈവ വിചാരം മുഖ്യ വിചാരമാക്കി മാറ്റണം നമ്മുടെ മക്കൾ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞു, പ്രഭാതത്തിന്റെ താക്കോലും രാത്രിയുടെ ഓടാമ്പലുമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയോടെയാണ് ഒരു ദിവസം തുടങ്ങേണ്ടത്, പ്രാർത്ഥനയോടെയാണ് അവർ ഉറങ്ങാനായിട്ട് പോകേണ്ടത്. അങ്ങനെയുള്ള ഒരു ആത്മീയമായ ഒരു അടിത്തറയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്നുള്ള കാര്യം എല്ലാ മാതാപിതാക്കന്മാരെയും സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയന്മാരോട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് 4 മക്കളുണ്ട്. ഞാൻ ഒരു അധ്യാപക പരിശീലകനും ഒരു വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനും ലൈഫ് സ്കിൽ ട്രെയിനറും ഒക്കെയാണ്. എന്റെ കുഞ്ഞു മക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഏതാനും കാര്യങ്ങൾ പെട്ടെന്ന്, അധികം സമയം എടുക്കാതെ. നിങ്ങൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് എക്സലൻസ് ആണ്. എക്സലൻസ് ആണ്. എക്സലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് എക്സലൻസ് കിട്ടുന്നത്? ഏറ്റവും വലിയ കഴിവുള്ളവർക്കാണോ? ബുദ്ധിസാമർഥ്യമുള്ളവർക്കാണോ? അല്ല, സമർപ്പണമുള്ളവർക്കാണ് എക്സലൻസ് കിട്ടുന്നത്. ഡിസയർ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡെഡിക്കേഷൻ, 3 ടികളാണ് നമ്മളെ എക്സലൻസിലേക്ക് എത്തിക്കുന്നത്. എക്സലൻസ് ഒരു ചാൻസ് അല്ല, നമ്മുടെ ചോയ്സ് ആണ്. ഓരോ കാര്യങ്ങളിലും ക്രിയാത്മകമായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് കഴിയണം. കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയണം. എക്സലൻസ് ഒരു ചോയ്സ് ആണ്, ചാൻസ് അല്ല എന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അതോടൊപ്പം നമ്മുടെ മാനസിക ശക്തികളെയൊക്കെ ചോർത്തിക്കളയുന്ന ധാരാളം കാര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട്. വലിയ ജാഗ്രത പാലിക്കണം. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ലൈഫിൽ പറഞ്ഞ ഒരു അനുഭവം പറയുകയാണ്. ഒരു DJ പാർട്ടിക്ക് ഒരു കുട്ടി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ. ഒരു ആൺകുട്ടിയാണ്. ഒരു ആൺകുട്ടിക്ക്, ഒരു യങ് മാൻ, ഒരു യൂത്തിന്, കോളേജിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് DJ പാർട്ടിക്ക് പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 2000 രൂപ. പക്ഷെ ഒരു പെൺകുട്ടിയെ കൂടെ കൊണ്ടുവന്നാലോ 4000 അല്ലേ കൊടുക്കേണ്ടത്? വേണ്ട, ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ 2 പേർക്കും കൂടെ 1000 രൂപ കൊടുത്താൽ മതി. 2 ആൺകുട്ടികളാണ് വന്നത്. അപ്പൊ ആ 2 ആൺകുട്ടികൾക്കും കൂടെ 2000, 4000 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷെ അവര് 2 പെൺകുട്ടികളെ കൂടെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ 4000 8000 രൂപയ്ക്ക് പകരം മൊത്തം കൂടെ എത്ര കൊടുത്താൽ മതി? 2000 കൊടുത്താൽ മതി. ഇതൊരു കഥയല്ല, കേരളത്തിൽ നടന്ന സംഭവമാണ്. ലഹരിയുമായിട്ട് പിടികൂടപ്പെട്ട 2 കുട്ടികളെ അവരുടെ ജീവിതയാത്രകളെ അന്വേഷിച്ചപ്പോൾ അവർ ലഹരിയൊക്കെ തുടങ്ങി വന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ കഥ കുഞ്ഞുങ്ങൾ പോലീസ് ഓഫീസറിനോട് പങ്കുവെച്ച കഥയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മുടെ മാനസിക നിലയെ തകർക്കുന്ന ഒന്നിനോടും നിങ്ങൾ കൂട്ടുകൂടരുത്. അവരിൽ നിന്നൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. സ്വീറ്റ്സ് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ പോലും നല്ല ക്വാളിറ്റി സ്വീറ്റ്സേ എന്ത് ചെയ്യാവൂ, കഴിക്കാം. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പാർട്ടിക്കൊക്കെ പോകാനൊക്കെ നിങ്ങൾക്ക് ഈ ഏജിൽ എന്ത് ചെയ്യും തോന്നും. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾ കുടിക്കുന്ന പെപ്സിക്കകത്തെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ, ഏറ്റവും വലിയ ലഹരി മരുന്നുകൾക്ക് എന്തില്ല, നിറവും മണോ രുചിയോ ഒന്നുമില്ല. ഒരു സ്പൂണിനകത്ത് കൊള്ളാവുന്ന ലഹരി മരുന്ന് കഴിച്ചാൽ മതി. ഒറ്റ തവണ കൊണ്ട് പോലും ചിലപ്പോൾ നമ്മൾ അഡിക്റ്റ് ആയിട്ട് പോയേക്കാം. അതുകൊണ്ട് അപകടകരമായ സാധ്യതകളിൽ നിന്നേ നിങ്ങൾ മാറി നിൽക്കണമെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. മനോഹരമായ കവിത സജി പേരാപ്രയുടെ ആര് ഞാനാകണം. 3 വരി ഞാൻ പാടിക്കേൽപ്പിക്കാം. കൊച്ചു ചോദിക്കുവാണ് അച്ഛനോട്, ആരു ഞാനാകണം, ആരു ഞാനാകണം എന്നുണ്ണി ചോദിക്കും, ആരാകിലും നല്ലതെന്നുത്തരം. ഞാൻ ആരാകണമെന്ന് കുഞ്ഞു ചോദിക്കുമ്പം അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആരായാലും കുഴപ്പമില്ല, പക്ഷെ ആത്യന്തികമായി നീ ഒരു നല്ല മനുഷ്യനാകണം. ഇതാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. വെയിലത്ത് ഒരാൾ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ നീ ഒരു ഗ്ലാസ് വെള്ളമാകണം. വയലിൽ ഇങ്ങനെ ഒരാളിങ്ങനെ വിശന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പം നീ ഒരു പിടി ചോറാകണം. മഴയത്തൊരു കൊച്ചുകുട്ടിയുടെ പാഠപുസ്തകങ്ങളെല്ലാം കാറ്റിൽ പറന്നു പോകുമ്പോൾ ഓടിച്ചെന്ന് അത് പറക്കി കൊടുക്കുന്ന ഒരമ്മയാകണം. സന്ധ്യക്ക് പേടിയോടെ വീട്ടിലോട്ട് പോകുന്ന പെൺകുട്ടിക്ക് നീ ആരാകണം? ഒരു ബ്രദറായിട്ട് മാറണം. ഇതൊക്കെയാണ് കവിതയുടെ മനോഹരമായ കവിത. നിങ്ങൾ എല്ലാവരും യൂട്യൂബിലുണ്ട്, അത് കേൾക്കണം. സുന്ദരമായ കവിത. പക്ഷെ കവിത അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ഉണ്ണിനി വളരാതെ ഒരു നല്ല കുഞ്ഞാകണം. അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ നീ എന്ത് ചെയ്യരുത്, വളരരുത്. നീ എങ്ങനെയാകണം? കുഞ്ഞു തന്നെയായിരിക്കണം എപ്പോഴും.
അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വലിയ ഗുരുത്വത്തോടെയും വലിയ എളിമയോടും കൂടെ മാത്രം നിൽക്കുന്ന, ഒരിക്കലും അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണ് നനയിക്കാത്ത നല്ല കുഞ്ഞുങ്ങളാണെന്ന് പേര് കേൾപ്പിക്കുന്ന, നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല സ്വഭാവമുള്ള കുട്ടിയാണെന്ന് പേര് കേൾപ്പിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും തല ഉയർത്തിപ്പിടിക്കുന്ന മക്കളാകണം നിങ്ങളെല്ലാവരും. അതോടൊപ്പം അറിവിന്റെ അക്ഷരങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഗുരുവിന്റെ മുമ്പിൽ നീ എപ്പോഴും കൂപ്പ് കൈയാവണം. അധ്യാപകരുടെ മുമ്പിൽ നീ എപ്പോഴും കൂപ്പ് കൈയാകണം. എളിമയോടെ ബഹുമാനത്തോടു കൂടെ മാത്രമേ നിൽക്കാവൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നല്ല തുടക്കങ്ങൾ തുടങ്ങാനുള്ള സമയമാണിത്. നല്ല തുടക്കം. നിങ്ങളുടെ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭ ദിവസം എന്തും പ്രാർത്ഥനയോടുകൂടെ തുടങ്ങും. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി മുന്നോട്ട് നടക്കും. രാവിലെ നേരത്തെ ഉണരും. രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് സിനിമ കാണില്ല, ഡയറി എഴുതും. എന്റർടൈൻമെന്റിനും മൊബൈൽ ഫോണിനും അങ്ങനെയുള്ള എന്റർടൈൻമെന്റിനൊക്കെ നിയതമായ ഒരു സമയം ഫിക്സ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ദൃഢനിശ്ചയമെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തന്റേടം ഉണ്ടാകട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. നല്ല കാര്യങ്ങൾ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. ചാലുപോലെ തുടങ്ങണം. മെല്ലത് തോടുപോലാവും, നദി പോലാകും, കടലിൽ ചെന്ന് ചേരും. ഞാനൊരു യൂട്യൂബർ ആണെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭയങ്കര പാടായിരുന്നു തുടക്കം കേട്ടോ. ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് 50 സബ്സ്ക്രൈബേഴ്സേ വന്നുള്ളൂ. പക്ഷെ ഞാനിങ്ങനെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് തന്നെ 16,000 സബ്സ്ക്രൈബേഴ്സ് വന്നു എനിക്ക് ഒരൊറ്റ വീഡിയോയിൽ നിന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതുകൊണ്ട് നിങ്ങൾ നല്ല കാര്യങ്ങൾ തുടങ്ങാനുള്ള നല്ല ഒരു അവസരമാക്കി ഇതിനെ കണ്ട് ദൈവ വിചാരം മുഖ്യ വിചാരമാക്കി മാതാപിതാക്കന്മാരുടെ കണ്ടൊരിക്കലും നനയത്തില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടെ നിങ്ങൾക്ക് നീങ്ങാനാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുവാണ്. താങ്ക് യു വെരി മച്ച്. സെന്റ് ജോൺസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞേ പറ്റൂ കേട്ടോ. എനിക്ക് വലിയൊരു അഭിമാന നിമിഷമായിരുന്നു സെന്റ് ജോൺസ് സ്കൂളിലെ PTA പ്രസിഡന്റ് ആയത്. താഴെ തേവ്ലോസ് ട്രെയിനിങ് കോളേജിലെ പ്രിൻസിപ്പലാണ് ഞാൻ. കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവേഷണങ്ങളൊക്കെ നിയന്ത്രിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഭയങ്കര ഒരു സ്വീറ്റ് യാത്രയായിരുന്നു സെന്റ് ജോൺസിനോടൊപ്പമുള്ള യാത്ര. എത്ര വിശിഷ്ട വ്യക്തികളെയാണെന്നറിയാമോ കഴിഞ്ഞ 2 വർഷം കൊണ്ട് സെന്റ് ജോൺസ് ഇവിടെ എത്തിച്ചത്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ ഒക്കെ കൊടുക്കുന്ന പ്രിയപ്പെട്ട ജോസച്ചനും പ്രിയപ്പെട്ട സാറും വൈസ് പ്രിൻസിപ്പൽ സാറിനും മഹാപ്രതിഭാശാലികളായ സെന്റ് ജോൺസിന്റെ അധ്യാപകർക്കും ഒരു ബിഗ് സല്യൂട്ട്. എൻ്റെ മോള് ഇവിടെ വന്നതുപോലല്ല ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. വളരെ ഫീബിൾ ആയിട്ടാണ് വന്നത്. പക്ഷേ NSSലൂടെ ഇവിടുത്തെ ആക്ടിവിറ്റീസിലൂടെയൊക്കെ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടാണ് പുറത്തിറങ്ങിയത്. ദൈവാനുഗ്രഹത്തോടെ നിങ്ങൾക്കും അത് സംഭവിക്കും. അതിന് മാതാപിതാക്കന്മാർ അധ്യാപകരോട് സംവിധാനത്തോട് ചേർന്ന് നിൽക്കണം. എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ കുഞ്ഞുങ്ങൾ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അതുപോലെ സ്വീകരിക്കുന്നതിന് വരെ വന്ന് പ്രിൻസിപ്പലിന്റെ അടുത്തൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുമിച്ചൊരു ടീമായിട്ട് നമ്മുടെ മക്കളെ ബിൽഡ് ചെയ്യാം. അതിന് നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇത്രയും പേര് വന്നതിന് 1000 നന്ദി ആശംസയും പറഞ്ഞ ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.